എ കോളത്തിൽ നിങ്ങൾക്ക് കുറച്ച് എംപ്ലോയീസിൻ്റെ നെയിം കാണാം അല്ലേ. അതിൽ ശ്രദ്ധിച്ചാൽ കാണാം ലാസ്റ്റിലായിട്ട് എല്ലാവരുടെയും പേരിൻ്റെ അവസാനമായിട്ടൊരു ഹൈഫൺ ഇട്ടിട്ട് റിവൈസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ബി കോളത്തിൽ ആ റിവൈസ്ഡ് എന്നുള്ള പോർഷൻ പോയിട്ട് അവരുടെ പേരും കോഡും മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ടെക്സ്റ്റിലുള്ള കോമൺ വേർഡ്സിനെ എങ്ങനെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമസ്കാരം, ഐഡിയൽ എക്സ്പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഈ കോളത്തിലെ എംപ്ലോയി നെയിം എന്ന് പറഞ്ഞ കോളത്തിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് എംപ്ലോയീസിൻ്റെ നെയിം കാണാം. അതിൻ്റെ എല്ലാം ലാസ്റ്റിലായിട്ടൊരു ഹൈഫൺ റിവൈസ്ഡ് എന്നുള്ളൊരു ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ടെക്സ്റ്റിനെ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെങ്കിൽ Ctrl+H ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ള മെനുവിൻ്റെ ഷോർട്ട് കട്ടാണത്. Ctrl+H അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീപ്ലേസ് എന്നുള്ള ഓപ്ഷനിലാണ് നിൽക്കുക. Ctrl+F അടിച്ചാൽ ഫൈൻഡിലും Ctrl+H അടിച്ചാൽ റീപ്ലേസ് എന്നുള്ള ഓപ്ഷനിലാണ് ഈ ഒരു വിൻഡോ വന്ന് നിൽക്കുക. നമ്മൾ കൊടുക്കുന്ന പോർഷന് ശേഷമുള്ളതോ മുന്നുള്ളതോ ആയിട്ടുള്ള ടെക്സ്റ്റ് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാനായിട്ട് സ്റ്റാർ എന്നുള്ള ലെറ്ററാണ് യൂസ് ചെയ്യേണ്ടത്. ഹൈഫൺ കഴിഞ്ഞിട്ടുള്ള ടെക്സ്റ്റുകളെല്ലാം തന്നെ റിമൂവ് ചെയ്യണം എന്ന് വിചാരിക്കുക. നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടത് ഫൈൻഡ് വാട്ട് എന്നുള്ളിടത്ത് ഒരു ഹൈഫൺ ഇട്ടതിന് ശേഷം സ്റ്റാർ ഇട്ട് കൊടുക്കുക. അപ്പം അതിനർത്ഥം ഹൈഫൺ കഴിഞ്ഞിട്ട് വരുന്ന ടെക്സ്റ്റുകളെല്ലാം തന്നെ എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ റീപ്ലേസ് വിത്ത് എന്നുള്ള ഈ കോളം നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഇടുന്നു. അവിടെ നമുക്ക് ബ്ലാങ്ക് ആണ് വേണ്ടത്, ഒന്നും തന്നെ വേണ്ട. അതാണ് റിമൂവ് ചെയ്യുന്നത്. അതല്ല, ഹൈഫന് ശേഷം നമ്മൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ കൊടുത്തതിന് ശേഷം റീപ്ലേസ് ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വർക്ക് ബുക്കിലെ എല്ലാ ഹൈഫൺ കഴിഞ്ഞിട്ട് വരുന്ന ടെക്സ്റ്റുകൾ റിമൂവ് ആവുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഹൈഫൺ കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ ഉണ്ടാവും, അതെല്ലാം തന്നെ റിമൂവ് ആവും. നമുക്കൊന്ന് നോക്കാം. റീപ്ലേസ് ഓൾ ഞെക്കുമ്പോൾ നോക്കുക, ഈ വർക്ക് ബുക്കിലെ എല്ലാ ഹൈഫൺ കഴിഞ്ഞിട്ടുള്ള എല്ലാ ടെക്സ്റ്റുകളും റിമൂവ് ആയി പോയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾക്ക് അങ്ങനെയല്ല, ചിലയിടത്ത് ഹൈഫൺ കഴിഞ്ഞതിന് ശേഷമുള്ള ടെക്സ്റ്റുകൾ നമ്മൾക്ക് ആവശ്യമുണ്ട്. എ കോളത്തിലുള്ള ടെക്സ്റ്റുകൾ മാത്രമാണ് എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ഈ എ കോളത്തിനെ സെലക്ട് ചെയ്യണം. അതിനുശേഷം Ctrl+H അടിക്കുക, ഇവിടെ ഹൈഫൺ സ്റ്റാർ എന്ന് പറയുക, റീപ്ലേസ് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എ എന്ന കോളത്തിൽ ഹൈഫന് ശേഷമുള്ള ടെക്സ്റ്റ് മാത്രമാണ് റീപ്ലേസ് ആയിരിക്കുന്നത്. എന്നാൽ ബി എന്നുള്ള കോളത്തിൽ ടെക്സ്റ്റ് അതേപോലെ തന്നെ നിലനിന്നിട്ടുമുണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് ഒരു ക്യാരക്ടറിന് ശേഷമുള്ള ലെറ്ററിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു ക്യാരക്ടറിന് മുന്നോട്ടേക്കുള്ള ലെറ്ററിനെ എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതിനായിട്ട് Ctrl+H അടിക്കുക. അപ്പൊ നമ്മൾ മുന്നിൽ കൊടുത്തത് ആ ക്യാരക്ടർ കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റാർ കൊടുത്തത്. ഈ ടെക്സ്റ്റിലുള്ള ഈ ബ്രാക്കറ്റിന് മുന്നുള്ള ലെറ്റേഴ്സിനെയാണ് എനിക്ക് റിമൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ആദ്യം സ്റ്റാർ കൊടുക്കുക, അതിനുശേഷം ബ്രാക്കറ്റ് കൊടുക്കുക. ഇതിനർത്ഥം ഇങ്ങനെയുള്ള ഈ ബ്രാക്കറ്റിന് മുന്നോട്ടേക്കുള്ള ലെറ്റേഴ്സ് എനിക്ക് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണം എന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ റീപ്ലേസ് ഓൾ പറയുന്നു. ഈ ഷീറ്റിലുള്ള എല്ലാ ബ്രാക്കറ്റിന് മുന്നുള്ള എല്ലാ ലെറ്റേഴ്സും എനിക്ക് റിമൂവ് ആയി പോകണം. അപ്പൊ ഞാൻ റീപ്ലേസ് ഓൾ എന്നുള്ളത് പറയുന്നു. അപ്പൊ നോക്കുക, കണ്ടോ, ഇവിടെ മാത്രമാണ് ആ ബ്രാക്കറ്റ് ഉള്ളത്. അതുകൊണ്ട് അവിടെയുള്ള ലെറ്റേഴ്സ് റീപ്ലേസ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ എ കോളത്തിലെ മാത്രം മതിയെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എ കോളം സെലക്ട് ചെയ്തതിന് ശേഷം വേണം കേട്ടോ റീപ്ലേസ് ഓൾ കൊടുക്കാനായിട്ട്. ഇങ്ങനെയാണ് എക്സലിൽ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാനുള്ള ഒരു മാർഗം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.